KTU 2019 സ്കീം CS-S7 AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൊഡ്യൂൾ 5ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഇവാലുവേറ്റിംഗ് ആൻഡ് ചൂസിങ് ബെസ്റ്റ് ഹൈപ്പോത്തസിസ്. അതായത് ഒരു പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് കുറേ മെത്തേഡ് ഉണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് വണ്ണിനെ ഡിസൈഡ് ചെയ്യണം. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏറ്റവും എറർ കുറവുള്ള ആൾ, അതല്ലെങ്കിൽ അക്യുറേറ്റ് വാല്യൂ ആയിട്ടുള്ള ആളായിരിക്കും നമ്മൾ ബെസ്റ്റ് വണ്ണായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇവാലുവേറ്റിംഗ് ആൻഡ് ചൂസിങ് ബെസ്റ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹോൾഡ് ഔട്ട് ക്രോസ് വാലിഡേഷൻ. അപ്പോൾ ഹോൾഡ് ഔട്ടിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡാറ്റ സെറ്റിൽ നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇൻപുട്ട്. അതിൽ നമ്മൾ 7 പേരെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാം. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ഉള്ള 3 യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യാം. അതിനാണ് നമ്മൾ ഹോൾഡ് ഔട്ട് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ചാണ് കെ ഫോൾഡ് വാലിഡേഷൻ. കെ ഫോൾഡിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോട്ടൽ ഒരു 30 ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നമ്മൾ കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇപ്പോൾ 5 ആണെങ്കിൽ അതിന് 5 ഈക്വൽ സബ്സെറ്റായിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ ഒരു സബ്സെറ്റ് നമ്മൾ ടെസ്റ്റ് സെറ്റ് ആയിട്ട് എടുക്കാം, ബാക്കിയുള്ളതിന് എന്ത് ചെയ്യണം, ട്രെയിനിങ് ഡാറ്റ ആയിട്ട് യൂസ് ചെയ്യണം. അതായത് ഒരു സബ്സെറ്റ് നമ്മൾ ടെസ്റ്റ് സെറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളവരെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് സബ്സെറ്റ് നമ്മൾ ടെസ്റ്റ് സെറ്റ് ആക്കി എടുക്കാം, റിമൈനിങ് എല്ലാ സബ്സെറ്റിനും ട്രെയിനിങ് സെറ്റ് ആക്കി എടുക്കും. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ കെ ഫോൾഡ് വാലിഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോച്ചാണ് പീക്കിംഗ്. പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ലീക്ക്ഡ് ആണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുള്ള് പഠിച്ചിട്ട് അത് ഫുൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ലീക്കായ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ പീക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ടെസ്റ്റ് സെറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി കിട്ടുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പോകും, ബിഹേവ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിന് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ആ ടെസ്റ്റ് സെറ്റിന് പകരം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സെറ്റിന് പകരം പുതിയ ടെസ്റ്റ് സെറ്റാണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് മോഡൽ സെലക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബെസ്റ്റ് ഹൈപ്പോത്തസിസ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ടാസ്ക് ഉണ്ട്. അതാണ് ഒന്ന് മോഡൽ സെലക്ഷൻ, പിന്നെ ഒപ്റ്റിമൈസേഷൻ. മോഡൽ സെലക്ഷനിൽ ഹൈപ്പോത്തസിസ് സ്പേസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒപ്റ്റിമൈസേഷനിലാണ് ബെസ്റ്റ് വണ്ണിന് എന്ത് ചെയ്യുന്നത്, ആ വിത്തിൻ സ്പേസിനുള്ളിലുള്ള ബെസ്റ്റ് ഹൈപ്പോത്തസിസിനെ കണ്ടുപിടിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കാണ് ലോസ് ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉള്ളതുകൊണ്ട് നമ്മളതിൽ ബെസ്റ്റ് വണ്ണാണ് സെലക്ട് ചെയ്യുന്നത്. ആ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എറർ കണ്ടുപിടിക്കും. അതായത് എറർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലോസ് ഫംഗ്ഷൻ, എറർ ചെക്ക് ചെയ്തിട്ടാണ് ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനാണ് പറയുന്ന പേരാണ് ലോസ് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ട്, ആബ്സൊല്യൂട്ട് ലോസ് ഉണ്ട്, സ്ക്വയർഡ് ലോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത്. ആബ്സൊല്യൂട്ട് ലോസ് വാല്യൂ സെയിം തന്നെ സ്ക്വയർഡ് വാല്യൂ. അതുപോലെ തന്നെ ജനറലൈസേഷൻ ലോസ് ആണ് അതിന് താഴെ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ്. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം നമ്മൾ. ഇതിൽ നമ്മൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ലോസ് വരുന്ന ബെസ്റ്റ് വണ്ണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മോഡലിനെ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ലോസ് ഫംഗ്ഷൻ്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് റെഗുലറൈസേഷൻ. റെഗുലറൈസേഷനിൽ നമ്മൾ തൊട്ടുമുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോസ് ഫംഗ്ഷൻ, അതിൽ നമ്മൾ എററാണ് കണ്ടുപിടിക്കുന്നത്, അതായത് ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നമ്മൾ ലോസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റിയും കൂടെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് എറർ കുറവുള്ളൊരു ഫംഗ്ഷനായിട്ട് കാര്യമില്ല, അത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കുകയാണെങ്കിൽ നമുക്കതൊരിക്കലും ബെസ്റ്റ് വൺ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ലോസ് പ്ലസ് കോംപ്ലക്സിറ്റി ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ട് അതിലെ ബെസ്റ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഗുലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്, ലോസ് പ്ലസ് കോംപ്ലക്സിറ്റി. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കാണ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ വിത്ത് ലീനിയർ മോഡൽസ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ് യൂണിവാരിയേറ്റ് ലീനിയർ റിഗ്രഷൻ. ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് വൈയുടെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്, W1x + W0. അതിൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടും വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്, കോഎഫിഷ്യൻസ് ആണ്, റിയൽ വാല്യൂഡ് കോഎഫിഷ്യൻസ് ആണ് W1ഉം W0. അപ്പോൾ നമ്മളിത് ഹൈപ്പോത്തസിസിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് താഴെ എഴുതിയിട്ടുള്ളത്. HW(x) = W1x + W0. അതിൽ എക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻപുട്ടാണ്. ഇതിൽ നമുക്ക് W0ൻ്റെ W1ൻ്റെ വാല്യൂ അറിയുകയാണെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ആ മിനിമം ലോസ് ഉള്ള ആളായിരിക്കും നമ്മൾ ബെസ്റ്റ് വണ്ണായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു മിനിമം ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്ക്വയർഡ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ലോസിൻ്റെ ഇക്വേഷനിൽ സ്ക്വയർ ഇട്ടിട്ടുള്ളത്. ദെൻ അവിടെ HWന് എന്ത് ചെയ്യുക, തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അതിൽ നിന്ന് നമുക്ക് W1ഉം W0 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് എടുത്തിട്ട്
ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യിപ്പിക്കുക. ദെൻ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തിട്ട് W1 W0 കണ്ടുപിടിക്കും. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല, പക്ഷേ നമ്മൾ W0 W1 ഇക്വേഷൻ എന്ത് ചെയ്യണം ബൈ ഹാർട്ട് പഠിക്കണം. ദെൻ നമ്മൾ ജനറലി മിനിമം ലോസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം ലോസ് ഫംഗ്ഷനും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ലോസ് ഫംഗ്ഷൻ്റെ ഇക്വേഷനിൽ ലോസിൻ്റെ വാല്യൂ y മൈനസ് എച്ച് ഓഫ് ഡബ്ല്യു സ്ക്വയർഡ് വാല്യൂ ചെയ്തുകൊണ്ട് സ്ക്വയർ ഇട്ട് കൊടുക്കാം. ദെൻ അതിന് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു y മൈനസ് എച്ച് ഡബ്ല്യു ഓഫ് എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ ഡബ്ല്യു ഐ ഓഫ് y മൈനസ് എച്ച് ഡബ്ല്യു ഓഫ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ദെൻ അതിൽ നമ്മൾ എച്ച് ഡബ്ല്യുവിന് എന്ത് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. W1x പ്ലസ് എന്തിട്ട് കൊടുക്കണം W0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും W1 W0 വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മിനിമം ലോസ് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടിവാരിയേറ്റ് ലീനിയർ റിഗ്രഷൻ. ഇതിൽ നമ്മൾ ഒന്നിലധികം ഇൻപുട്ട് ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേരിയബിൾ y കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത് മൾട്ടിവാരിയേറ്റ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹൈപ്പോത്തസിസിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ ഇക്വേഷനോട് എഴുതിയിട്ടുള്ള HS W ഓഫ് XJ അതിൽ കണ്ടോ W0 പ്ലസ് W0 XJ1 പ്ലസ് അങ്ങനെ നമുക്ക് വലിയൊരു അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ആയതുകൊണ്ട് കുറേ ടേംസ് വരും. അതാണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ W0 പ്ലസ് സം ഓഫ് WIXIJI നമുക്ക് എന്ത് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിലും നമ്മൾ എന്ത് ചെയ്യണം മിനിമം ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എറർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർഡ് ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർഡ് ലോസിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞാൽ എടുത്തെഴുതുക, അതിൽ ലോസിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കൊരു ജനറൽ ഇക്വേഷൻ കിട്ടും. ഇതിൽ നമ്മൾ കോഎഫിഷ്യൻസ് ഏതൊക്കെ കണ്ടുപിടിക്കണം നേരത്തെ W0 W1 മാത്രമാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ W0 W1 W2 അങ്ങനെ എല്ലാ വാല്യൂസും എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലീനിയർ ക്ലാസിഫിക്കേഷൻ വിത്ത് ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ലോജിസ്റ്റിക് ഫംഗ്ഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് സെറ്റ്. അതിൻ്റെ ഹൈപ്പോത്തിസിസ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് W ഇൻറ്റു എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ മിനിമം ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്, അതിനുവേണ്ടി സ്ക്വയർഡ് ലോസ് ആണ് ഫംഗ്ഷനാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബ്ല്യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക, അതിൽ നിന്ന് ഡബ്ല്യുവിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അതാണ് നെക്സ്റ്റ് മെത്തേഡ്.